ഇരുട്ടത്തെന്തോ ഒരു ആജാനുബാഹുവിന്റെ കണക്കൊരു രൂപം എന്ന് വെച്ചാൽ അതിന്റെ നിഴലാണ്. തലേന്ന് രാത്രി കിടന്നപ്പോഴേ വെളുപ്പിനെ വിളിച്ചാൽ മതി അമ്പലത്തിൽ പോകാന്ന് പറഞ്ഞ ആളാണ്. വിളിച്ചപ്പം മരുന്നില്ലെന്നും പറഞ്ഞ് എന്നെ ഓടിച്ചു. ഞാൻ പിന്നെ നിർബന്ധിക്കാനൊന്നും പോയില്ല. രാവിലെ ഒരു ഉലുവ വെള്ളം കുടിക്കുന്ന പതിവുണ്ടേ. സമയം 5:15 പോന്നേ ഉള്ളായിരുന്നു. എപ്പം മേക്കപ്പ് കഴിഞ്ഞൊന്ന് ചിരിച്ചു നോക്കിയാൽ ലിസ്റ്റിക് ഇല്ലേ നമ്മുടെ പല്ലിൽ ഇങ്ങനെ പറ്റിയിരിക്കും. അല്ല കാര്യം എന്താന്ന് പറഞ്ഞില്ലല്ലോ, ഇന്നൊരു ടെമ്പിൾ ഡേറ്റ് ആണ്. ഞാനും അമ്മച്ചിയും കൂടെ ആ ടെമ്പിളിൽ പോകുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെവി കോർത്തേ, ആ കിളികളുടെ കളകളാരവം കേൾക്കുന്നില്ലേ? വെളുപ്പിനെയാന്ന് പറഞ്ഞിട്ടോ മഴ പെയ്തെന്ന് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. ചൂടിനൊരു കുറവില്ല. എവിടെ പോയാലും ഞാൻ ആദ്യമേ ഒരുങ്ങിയിരിക്കാറാണ് പതിവ്. എന്നിട്ട് അമ്മച്ചിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അമ്മച്ചി രാവിലെ എഴുന്നേറ്റ് വിളക്കൊക്കെ കത്തിച്ച് കണ്ട കഥമൊക്കെ പൂട്ടി ഇറങ്ങുക. ബാക്കി എല്ലാവരും അതിനകത്ത് കിടന്നുറങ്ങും. സാധാരണ ഞാൻ ഒറ്റയ്ക്കാണ് പോകാറ്, കാരണം ആരെയും വെയിറ്റ് ചെയ്ത് സമയം കളയണ്ടല്ലോ. ഈ മാസം പോകാനിരിങ്ങിയപ്പോൾ അമ്മച്ചി പറഞ്ഞ് അമ്മച്ചിയും കൂടെ വരുന്നുണ്ടെന്ന്. പോകുന്ന വഴിക്ക് ക്രോസ് അടവായിരുന്നു. പിന്നെ കുറച്ചു നേരം അവിടെയും പോസ്റ്റായി. അങ്ങനെ ഞാനും അമ്മച്ചി ഇതാ ചെട്ടുകുളങ്ങര അമ്പലത്തിൽ വന്നിരിക്കുന്നു. ഏത് അമ്പലത്തിൽ പോയാലും ആദ്യം അവിടെ കുളത്തിൽ പോയി കാല് നനച്ചില്ലെങ്കിൽ മനസ്സിലൊരു സംതൃപ്തി കാണത്തില്ല. രസീത് എഴുതിയിട്ടാ കാല് നനയ്ക്കാൻ ഇറങ്ങിയ, അല്ലെ പിന്നെ രസീത് തൊടുക്കത്തയ്ക്കുമായിരിക്കും. അമ്മച്ചി പിന്നെ കാല് നനച്ചത് കൂടാതെ കുറെ വെള്ളം കോഴി തലവഴിയെല്ലാം കുടയുന്നേ. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുത് ചന്ദനം ഒക്കെ മേടിച്ച് പുറത്തിറങ്ങി. എന്നിട്ട് ഞാൻ പറഞ്ഞു ബാ അമ്മച്ചി നമുക്ക് വീട്ടിൽ പോകുന്ന. അപ്പം അമ്മച്ചി പറഞ്ഞു ആഹാ വന്നോടനെ ഞങ്ങൾ പോയാലോ എങ്ങനെ, നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ, നമ്മൾ വെളുപ്പിനെ വന്നല്ലേ, കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ട് പോയാൽ മതി. പിന്നെ ഞാനും വിചാരിച്ചാൽ ഇരിക്കാന്ന്. രണ്ടുപേരോട് അങ്ങനെ കുറച്ചു നേരം ഇരുന്ന്. അത് കഴിഞ്ഞപ്പോൾ അമ്മച്ചി പോയി പായസം മേടിക്കാൻ പോയി. എന്നിട്ടും അമ്മച്ചിക്ക് അവിടെ ഇരുന്നാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇനി ഇരുന്നാൽ പറ്റത്തില്ല, നമുക്ക് എളുപ്പം വീട്ടിൽ പോയല്ലോ. അവള് നമ്മൾ ചെല്ലുന്നതിന് മുന്നേ അങ്ങനെ ഉണർന്നാലുണ്ടല്ലോ വീടെടുത്ത് തിരിച്ചു. പിന്നെ വെളുപ്പിനെ എണീറ്റ് അമ്പലത്തിൽ പോകണ്ടോന്ന് അറിയത്തില്ല. ഉഴുന്നുവട തിന്നാൻ ഒരു കൊതി തോന്നി. അപ്പൊ കായംകുളത്തുള്ള ആര്യാസിൽ കയറി ഉഴുന്നുവട പാഴ്സൽ മേടിച്ചു. അല്ലാതെ ഞാനും അമ്മച്ചി അവിടെ നിന്ന് കഴിച്ചൊന്നുമില്ല കേട്ടോ. വീട്ടിൽ കൊണ്ടുവച്ചിട്ട് എല്ലാവർക്കും കൂടെ കഴിക്കാന്ന് വെച്ചാൽ. പണ്ടൊന്നും ഈ ഉഴുന്നുവടയോട് ഒരു താല്പര്യം ഇല്ലായിരുന്നു. ഇപ്പൊ പ്രായമാവുന്നതിന്റെ ആണെന്ന് തോന്നുന്നു ഉഴുന്നുവടയോട് ഭയങ്കര ഇഷ്ടം. ഞങ്ങൾ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഒരാടെ ഉറക്കം ഇതുവരെ തീർന്നിട്ടില്ല. ഇനിയിപ്പോ ഉറക്കം ഉണർന്ന് കഴിയുമ്പോൾ ഒരു കരച്ചില് സീനൊക്കെ കാണും. ഞങ്ങൾ എന്ത് ചെയ്യാനാ, വിളിച്ചിട്ട് വരാഞ്ഞല്ലേ. തെളിവിന് എന്റെ വീഡിയോയും ഉണ്ട്.